ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു എരിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. കായും ചേനയും കൂടിയാണ്. അപ്പോൾ അതിൽ കുറച്ച് പരിപ്പും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. നിർബന്ധമല്ല, കായും ചേനയും കൂടി വെക്കുമ്പോൾ പരിപ്പ് വേണമെന്ന് നിർബന്ധമല്ല. പക്ഷേ എനിക്ക് പരിപ്പ് കൂട്ടിയിട്ടുള്ളതാണ് നല്ല ഇഷ്ടമായിട്ട് ടേസ്റ്റായിട്ട് തോന്നാറ്. അപ്പോൾ അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് പരിപ്പ് കൂട്ടുന്നുണ്ട്. അപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല ആരും. എന്നാലും ഞാനെങ്ങനെ വെക്കുകയെന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസത്തിലൊക്കെ ആവും വയ്ക്കുക. ഓരോ നാട്ടിലും ഓരോ പോലെയല്ലേ വയ്ക്കുക. അപ്പോൾ ഞങ്ങളെങ്ങനെയാണ് വയ്ക്കുക എന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കായും ചേനയൊക്കെ നുറുക്കുന്നത്. നന്നായിട്ട് കഴുകി വെച്ചതാണ്. അപ്പോൾ എരിശ്ശേരി ഇങ്ങനെ ഉണ്ടാക്കാറുള്ളവരും പിന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യും വേണം. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത്ര കായും ചേനയൊക്കെ അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ വീട്ടിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവില്ലേ കായും ചേനയും കൊണ്ട് എന്തുണ്ടാക്കി കൊടുത്താലും. ഇവിടെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കായും ചേനയും എങ്ങനെ വെച്ചാലും ഇഷ്ടമാണ്. ഉപ്പേരി വെച്ചാലും എരിശ്ശേരി വെച്ചാലും ഒക്കെ. അപ്പോൾ അതാ നമ്മൾ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പാണ് ഇട്ടുള്ളത്. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ചിലവരൊക്കെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടും. ഞാൻ കുരുമുളക് തേങ്ങ അരയ്ക്കുമ്പോഴാണ് കേട്ടോ ഇടുന്നത്. കാരണം കുരുമുളക് പൊടിച്ചത് കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒരു 2 പച്ചമുളക് കൂടിയും കീറിയിടാം. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നാളികേരം അടച്ചപ്പോൾ കണ്ടോ അതിൻ്റെ തൊപ്പി ഊരിപ്പോന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചതാണ് കേട്ടോ. തൊപ്പിയല്ല ചിരട്ട, ഞാനങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചിരവാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് നുറുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നുറുക്കിയിട്ട് അരയ്ക്കാം. അപ്പോൾ നാളികേരം അരയ്ക്കുമ്പോൾ ഇതാ കുറച്ച് ജീരകം ഇടണം കേട്ടോ. കുറച്ച് അര ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ നോക്കാം കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കഷ്ണം എന്താ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. കഷ്ണം വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കമ്മിയാണ്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിടാം. കഷ്ണം വെന്തണോ, നല്ലാതെ ഉടഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രം. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ട്. നമുക്ക് അരപ്പൊഴിക്കാം. അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഈ അരപ്പൊക്കെ ഒന്ന് കഷ്ണത്തിൽ പിടിക്കട്ടെ. നന്നായിട്ട് ഇളക്കി ആ ചട്ടകം കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ അരപ്പൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് വറുത്തിടാനുള്ള പരിപാടി നോക്കാം. അതിന് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് പരിപ്പ് കേട്ടോ, കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതാ കറിവേപ്പില. ഇത്ര നാളികേരം കേട്ടോ നമ്മൾ വറക്കുന്നത്. അപ്പോൾ തേങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇടാം.
കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ, അതിൻ്റെ മണം അതിൽ പിടിക്കട്ടെ. അപ്പം ഇനി തുറന്ന് നോക്കാം. നല്ല മണം വരുന്നില്ലേ പറു? ഇളക്കട്ടെ കേട്ടോ. നല്ല ചന്ത ഉണ്ടല്ലേ കാണാൻ. എന്താ ബിരിയാണി പൊട്ടിക്കണ പോലെ അല്ലേ, ചെമ്പ് പൊട്ടിക്കണ പോലെ ഞാൻ പറയണല്ലേ. അടിപൊളിയായിട്ടുണ്ടല്ലേ പാർട്ടിയെ കാണാൻ. നല്ല മണമുണ്ട്, അടുക്കള മുഴുവൻ മണമുണ്ട് കേട്ടോ. നല്ല പുഴുക്ക് പോലെ ഡ്രൈ ആയിരുന്നു. എനിക്കിങ്ങനെ വെക്കണതാണ് ഇഷ്ടം കേട്ടോ. അധികം വെള്ളം വേണ്ട വിചാരിച്ചിട്ടാണ്. വെള്ളം വേണിച്ചാൽ കുറച്ചുകൂടി വെള്ളം കൂട്ടി വെച്ചാൽ മതി. ഇത് നല്ല ചുട് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാവും. ഒരു മാങ്ങാച്ചാറും ഒരു പപ്പടം പൊട്ടിച്ച് വറുത്തതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാവും. ഇപ്പോൾ ടേസ്റ്റ് നോക്കാം, നമുക്ക് പാറുകുട്ടിക്ക് തന്നെ കൊടുക്കാം അല്ലേ? ടേസ്റ്റ് നോക്കാം. എങ്ങനെയുണ്ട് പാറുട്ടി? ടേസ്റ്റ് ഉണ്ടാവോ? ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ? അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ.